എളുപ്പത്തിലും ഈസി ആയിട്ടും പൈസ ഉണ്ടാക്കാവുന്ന ഏത് സ്കീം വന്നാലും അതിലേക്ക് എടുത്ത് ചാടാനുള്ള ടെൻഡൻസി നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട് ഇല്ലേ? നമ്മളിൽ ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും എങ്ങനെയാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസി മണി എന്നുള്ള ഒരു കാര്യം ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള വാർത്തകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ കണ്ടു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പുതിയ സ്കീം വരുമ്പോൾ അതിൻ്റെ നേരെ ഒരു പ്രത്യേകതരം ആകർഷണമാണ്. അറിഞ്ഞോ അറിയാതെയും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കെണികളിൽ ചെന്ന് ചാടുന്ന ആൾക്കാർ വളരെയധികമാണ്. മൊബൈൽ ഫോൺ ആപ്പ് വഴി ട്രേഡിംഗ് ചെയ്യാവുന്ന ഒരു സാഹചര്യവും വന്നതിന് ശേഷം ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് എടുത്ത് ചാടുന്ന ആൾക്കാർ വളരെയധികമാണ്. ഇതിൽ 3/4 ആൾക്കാരെന്ന് പറയുന്നത് അവനവൻ്റെ പൈസ നഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അതിനുശേഷം ദയനീയമായി സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് കരഞ്ഞു പറയുകയും ഇതൊരു ചതിയാണെന്ന് പറയുകയും ഇതിനകത്തേക്ക് തങ്ങളെ ആകർഷിച്ചവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ഈയിടെയായിട്ട് കാണാറുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വെറും ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണോ? ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾക്ക് കാര്യങ്ങളെ അനാലിസിസ് ചെയ്യാനും സ്ട്രാറ്റജി ഫോം ചെയ്യാനും പ്ലാൻ ചെയ്യാനും എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാം എന്ന് മനസ്സിലാക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു മൈൻഡ് സെറ്റും കഴിവും കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ട്രേഡറായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. ഇന്ന് നമുക്ക് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും ചെന്ന് ചാടാൻ പാടില്ലാത്ത ആൾക്കാരുടെ സവിശേഷത എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇതിലെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലരും അഡിക്ഷന് വളരെയധികം പ്രോണായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ചില പ്രത്യേക ശീലങ്ങളോടോ വസ്തുക്കളോടോ അതിഭയങ്കരമായി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു താല്പര്യം, അതല്ലെങ്കിൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട്, സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് എന്തെങ്കിലും സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുക, ചില കാര്യങ്ങളോട് അതിഭയങ്കരമായ ഒരു ക്രേവിങ് തോന്നുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. ഏത് തരത്തിലുള്ളതായാലും അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം വീണ്ടും 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 ചെയ്യാനുള്ള ടെൻഡൻസിയും അതിൽ നിന്ന് സന്തോഷമോ അല്ലെങ്കിൽ പ്ലഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലോ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ മൊത്തം ജീവിതം തന്നെ മാറിമറിയപ്പെടും. ഇത് തിരിച്ചറിഞ്ഞിട്ട് നിർത്താൻ ശ്രമിക്കുമ്പോഴോ പലർക്കും നെഗറ്റീവായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് നിർത്താനും പറ്റില്ല വിചാരിച്ചതുപോലെ. ഇവിടെയാണ് നമ്മൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അഡിക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ടെൻഡൻസിയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഭവിഷ്യത്തുകളെ പറ്റി ചിന്തിക്കാതെ എടുത്ത് ചാടി പെരുമാറുന്ന സ്വഭാവമുള്ള ആൾക്കാർ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാതെ എടുത്ത് ചാടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. അത് ജീവിതത്തിൻ്റെ പല ഏരിയയിലും അവരുടെ ബിഹേവിയർ അങ്ങനെയായിരിക്കും. അതായത് IQ ഉണ്ടെങ്കിൽ പോലും ഇമോഷണൽ ഇൻ്റലിജൻസ് EQ കുറവായിട്ടുള്ള ആൾക്കാർ, സ്വയം നിയന്ത്രണമില്ലായ്മ, ഈ ഗാംബ്ലിങ് അതായത് ചൂതാട്ടം, ഡ്രിങ്കിങ്, അത് കഴിഞ്ഞിട്ട് സ്വയം അയ്യോ പൊത്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരത്തിലുള്ള ടെൻഡൻസി, ഇതൊക്കെ പരസ്പരം ചേർന്ന് പോകുന്ന ചില സ്വഭാവങ്ങളാണ്. ഈ അധികം ചിന്തിക്കാതെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് പിന്നെ അതിനെപ്പറ്റി കരഞ്ഞു നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു റിസ്കിനെ പറ്റിയിട്ട്, അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുമെന്ന് ചിന്തിക്കാതിരിക്കുന്നതൊക്കെ അഡിക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ വിവിധ വശങ്ങളാണ് എന്ന് പറയാം. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ കമ്പൽസീവ് ബിഹേവിയർ. അതായത് ഒരു കാര്യം അത് നമ്മൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലായിട്ട് പോലും അത് എനിക്ക് നല്ല കാര്യങ്ങളല്ല ഉണ്ടാക്കുന്നത്, അതിന് നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞാൽ പോലും അത് നിർത്താൻ പറ്റില്ല. കമ്പൽസീവായിട്ട് വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇൻവോൾവ് ആവാനുള്ള ഒരു ടെൻഡൻസി, ഇത് അഡിക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഡിസ്കംഫർട്ട്, സാഡ്നെസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വേണം. ഇമ്മീഡിയറ്റ്ലായിട്ട് അതിൽ നിന്ന് ഒരു എസ്കേപ്പ് അവർ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു പ്ലഷർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നായിരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി ട്രേഡിങ്ങിനെ കാണുകയും ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് ധരിച്ചിട്ട് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ നഷ്ടങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും.
ഇത് തനിക്ക് ഗുണകരമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാവുമ്പോഴും ഇതിനെ കട്ട് ചെയ്യാൻ, ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അഡിക്ഷനാണ്. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നഷ്ടങ്ങൾ വരുമ്പോഴും പിറ്റേ ദിവസം രാവിലെ എങ്ങനെയാണ് എഴുന്നേറ്റിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ആ സമയം വരെ അവർക്കൊരു തരം റെസ്റ്റ്ലെസ്നെസ് ആണ് എന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ വ്യക്തികളുടെ പൂർവ്വകാലത്തിലേക്കും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ് ഓർ ആൽക്കഹോൾ ഓർ സ്മോക്കിംഗ് അഡിക്ഷനിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത്. അതല്ലെങ്കിൽ ഫാമിലിയിൽ അഡിക്ഷൻ പ്രോബ്ലമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വളരെ ക്ലോസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക്കലി ഒരു അഡിക്ഷൻ ടെൻഡൻസി ഉണ്ടാവും. അതൊരു പക്ഷേ ഡ്രഗോ ആൽക്കഹോളോ ആവണമെന്നില്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്നപ്പെടുമ്പോൾ ഇതൊരു അഡിക്ഷനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാകുമ്പോൾ, വളരെയധികം ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയറുള്ള ഒരാളാകുമ്പോൾ, നമ്മൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, സ്ട്രെസ് റിലീഫ്, അതല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഒരുതരം എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അത് നമ്മളുടെ ബ്രെയിനിലെ റിവാർഡ് റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിൽ ഡോപാമൈൻ ഫ്ലഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. പലരും ഇതൊരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ അഡിക്ഷനിലേക്ക് നയിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മളെപ്പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടാവുകയും ട്രേഡിങ്ങിനെ പറ്റിയിട്ട് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും സിസ്റ്റമാറ്റിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള പേഷ്യൻസും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൈവെക്കാവൂ എന്നാണ് ഞാൻ പറയുക. പല കാര്യങ്ങളിലും പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അതിനെ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, അതല്ലെങ്കിൽ കാര്യങ്ങൾ ഇമോഷണലായിട്ട് വൈകാരികമായിട്ടുള്ള നിയന്ത്രണമില്ലായ്മ, ചില പ്രത്യേക കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് അഭിനിവേശം തോന്നുകയും അതിലേക്ക് എടുത്തു ചാടിയിട്ട് പിന്നീട് ചില കാര്യങ്ങൾ നിർത്താൻ ബുദ്ധിമുട്ടുക, ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ ട്രേഡിങ്ങിൻ്റെ സക്സസ്സിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്.